എൻ്റെ പേര് സിബി ജോസഫ് ചെരുവിൽ പുരയിടം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെറുപള്ളി ഇടവകയിലാണ് ജനിച്ചതും അവിടെയാണ് മാമോദിസ സ്വീകരിച്ചതും. ഇപ്പോൾ പാലാ രൂപതയിലെ മണലിങ്കൽ ഇടവകയിലെ പൂവത്തളപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക. എനിക്ക് ഭാര്യ സാലി, മക്കൾ 4 പേരാണ്. മൂത്തയാൾ ലെയോ, രണ്ടാമത്തെ ആൾ സെബാസ്റ്റ്യൻ, മൂന്നാമത്തെ ആൾ തോമസ് കുട്ടി, അതോടൊപ്പം തന്നെ മനു സെബാസ്റ്റ്യൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2017 ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയി. ബാക്കി 3 മക്കൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ ജപമാലയെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. കാരണം എൻ്റെ അമ്മ ഏത് പ്രതിസന്ധിയിലും ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജപമാല ചെല്ലുന്ന സമയങ്ങളിൽ മുട്ടുമേൽ നിന്നാണ് അമ്മ ജപമാല ചെല്ലുക. അപ്പോൾ ഞാൻ പലപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്തിനാണ് ഈ മുട്ടുമേൽ നിന്ന് ജപമാല ചെല്ലുന്നത്? അപ്പോൾ അമ്മ എനിക്ക് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, അമ്മയിലൂടെ യേശുവിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഈശോ കുരിശിൽ പീഡകൾ സഹിച്ച് മനുഷ്യ വംശത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തതുപോലെ നമ്മൾ ആ പീഡാനുഭവത്തോട് നമ്മുടെ ഈ ചെറിയ ത്യാഗങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹപ്രദമായി തീരുമെന്നുള്ള ഒരു ചിന്തയാണ് അമ്മ എനിക്ക് തന്നത്. കാരണം ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയായിരുന്നു, സന്ധിവാത രോഗിയായിരുന്നു. അപ്പോൾ ഈ രോഗാവസ്ഥയിൽ എനിക്ക് ആശ്വാസം നൽകുവാൻ കൂടിയാണ് അമ്മ ഈ രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്നെ ചേർത്ത് നിർത്തി ജപമാല ചെല്ലുക പതിവായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെ കരിമ്പാനി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു MCBS സഭയുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ചെറുപ്പത്തിലെ തന്നെ എന്നെ അവിടെ കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ മുൻപിലിരുന്നുകൊണ്ട്, നിത്യസഹായ മാതാവിൻ്റെ മുൻപിലിരുന്ന് നൊവേനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ജപമാലയിൽ എന്തോ വലിയ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ചിന്തയിലേക്ക് ആദ്യം തന്നെ കടന്നു വന്നു. അതെൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് അങ്ങനെയൊരു സാഹചര്യം, ജപമാലയുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അറിയാതെ തന്നെ കടന്നു വരുവാനായിട്ട് ഇടയായി. ജപമാല രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജപമാല രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഈശോയുടെ സ്നേഹവും കരുണയും ഓരോ ദിവസവും എന്നതുപോലെ, ഓരോ നിമിഷവും എന്നതുപോലെ എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ജപമാലയിലൂടെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കിട്ടിയ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഇടപെടുന്ന മേഖലകളിൽ കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിരവധി ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ ഈ ജപമാല ജപമാലയിൽ പ്രാർത്ഥിച്ചതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ താമസിക്കുന്നതിന് അടുത്തായിട്ട് FCC സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രോഗാവസ്ഥയിൽ, പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിൽ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സന്ധിവാത രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് വരും. ഈ സിസ്റ്റേഴ്സ് അടുത്ത് വന്നിട്ട് എനിക്ക് വചനമൊക്കെ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ രോഗിയായി കൊഴുവനാലെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുകയാണ്. 1984 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് മാതാവ് ഈശോയിൽ നിന്ന്
രോഗശാന്തി വാങ്ങിത്തരും എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുനാൾ മുതൽ എൻ്റെ മനസ്സിൽ തറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എനിക്കൊരു ബോധ്യമുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത്ഭുതം ഉറപ്പാണ് എന്ന് എനിക്ക് എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് ബോധ്യം കിട്ടി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് 1984 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. ഏതാണ്ട് രാത്രി 2:30 മണി സമയമായപ്പോൾ എന്തോ ഒരു വെളിച്ചം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു സ്വരം ഞാനിങ്ങനെ കേൾക്കുകയാണ്, എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കുകയാണ്, ഒരു അശരീരി പോലെ. എഴുന്നേറ്റ് എനിക്ക് സാക്ഷ്യം വഹിക്കുക. 1984 ആ ഹോസ്പിറ്റലിലെ 13-ാം നമ്പർ മുറിയിൽ ഞാൻ ആൻ്റണി ഡോക്ടറായിരുന്നു എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മുറിയിൽ വെച്ച് ഈ ഒരു ദൈവാനുഭവത്തിൻ്റെ സ്വരം, ഞാൻ ജപമാല ചൊല്ലി കിടന്നു ഉറങ്ങി. അതിനുശേഷം രാത്രിയുടെ യാമങ്ങളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് വരെയും എനിക്ക് ആ സന്ധിവാത രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിരുന്നു എൻ്റെ രോഗമെന്ന് പറയുന്നത്. ആ രോഗാവസ്ഥയിൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എൻ്റെ കുഞ്ഞുനാൾ മുതൽ എന്ന് പറഞ്ഞാൽ ജനിച്ച 56 ആയപ്പോൾ മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ എന്നെ സ്വതന്ത്രമാക്കി എന്നുള്ളത് എനിക്കേറെ സന്തോഷകരമാണ്, എനിക്ക് ഏറ്റവും അധികം ആശ്വാസകരമാണ്. എൻ്റെ വിവാഹം 1995 വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒരു മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ചിന്ത തന്നു. ജനിക്കാൻ പോകുന്ന മോൻ ആണായിരിക്കുമെന്നും അവന് ലയോ എന്ന പേര് വിളിക്കാമെന്നുമുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. ആ ഒരു ചിന്ത കടന്നു വന്നപ്പോൾ മുതൽ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒരാൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിശുദ്ധാമ്മയുടെ ഉമ്മരഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 96 ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ആണായിരുന്നു. അവന് ലയോ എന്ന് വിളിപ്പേരിട്ടു, ജോസഫ് എന്ന മാമുദിസ പേരും ഇട്ടു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പേരിൻ്റെ ആ കാര്യങ്ങളിൽ പോലും സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവന് വളർന്നു വന്നു. പഠിക്കുവാനായിട്ട് വലിയ മിടുക്കനല്ലായിരുന്നു, എന്നാലും ഒരു ആവറേജ് കുഴപ്പമില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +1 +2 കാലഘട്ടം പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് അവൻ പറഞ്ഞ് അവനെന്തായാലും ആ കാര്യങ്ങളിൽ +2 പൂർത്തിയാക്കുവാതെ അവൻ IT-യിൽ അഡ്മിഷൻ മേടിച്ച് IT-യിൽ പഠിക്കുവാനായിട്ടിടയായി. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. +2 എങ്കിലും പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു വിഷമം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ജപമാല ചൊല്ലി നിരന്തരമായും ലയോ എന്ന് പറയുന്ന മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചോ പരീക്ഷ വീണ്ടും എഴുതുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ മോനോട് പറയാറില്ലായിരുന്നു. പക്ഷേ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് മോനെ സമർപ്പിച്ച് ഞങ്ങൾ നിരന്തരമായും പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് ഒരു സുപ്രഭാതത്തിൽ മോൻ എന്നോട് പറഞ്ഞു, ഞാൻ +2 എഴുതുവാനായിട്ട് പോവുകയാണ്. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് +2 എഴുതി ഏതാണ്ട് 300 മാർക്കിലധികം മേടിച്ചുകൊണ്ട് ഒരുവിധം മികച്ച വിജയം നേടുവാനായിട്ട് മകന് സാധിച്ചു. ഈ പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേ ജോലി കാര്യങ്ങളിലേക്ക് മോൻ കടന്നപ്പോൾ ഈ +2 പോലും ഇന്നത്തെ കാലത്ത് ഇല്ലാതെ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും പിന്നീട് എന്തെങ്കിലും ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ
അത് പ്രതിസന്ധി ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടും കൂടിയാണ് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ടിടയായത്. ദൈവം പരിശുദ്ധ അമ്മയിലൂടെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാവുകയും ആരുടെയും സമ്മർദ്ദമോ നിർബന്ധമോ ഇല്ലാതെ +2 പരീക്ഷ എഴുതുകയും അത് പാസ്സാക്കുകയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒരിക്കൽ കൂടി ഒരു തിരിച്ചറിവ്, വീണ്ടും ഒരു തിരിച്ചറിവ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഇടപെടൽ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു സംഭവത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ തന്നെയാണ്. കുടുംബ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയെന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ ശുശ്രൂഷാപരമായ കാര്യങ്ങൾക്ക് പുറത്തു പോകുന്ന സമയങ്ങളൊഴിച്ച് ബാക്കി ഞാൻ വീട്ടിലുള്ള എല്ലാ സമയങ്ങളിലും സന്ധ്യപ്രാർത്ഥനയിൽ പങ്കുചേരുകയും മുട്ടുമേൽ നിന്ന് തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ആ ജപമാലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കത് പരിഹാരമുണ്ടാകാറുണ്ട്. ഇളയ മകൻ തോമസ് കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഡ്മിഷൻ ലഭിച്ചത്. അപ്പം മോൻ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് ആണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ ആശ്വസിപ്പിക്കും, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടും കുടുംബത്തിലുമെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ മോന് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് വേണം പറയുവാനായിട്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മികച്ച വിജയം നേടുവാനായിട്ട് തോമസ് കുട്ടിക്ക് സാധിച്ചു എന്നുള്ളത് ദൈവം മാതാവിലൂടെ നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ രണ്ടാമത്തെ മകന് സെബാസ്റ്റ്യൻ എന്നാണ് പേര്. രണ്ടാമത്തെ മകൻ ITA ആണ് പഠിച്ചത്. ITA പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ മോൻ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വരുന്നത്. കേരളത്തിലെ തന്നെ മികച്ച ഒരു കമ്പനി അവിടെ ഇൻ്റർവ്യൂവിന് വരികയും ആ ഇൻ്റർവ്യൂവിൽ മുന്നോട്ട് പോകുമ്പോൾ പല സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് മോനെ സമർപ്പിച്ച് ജപമാല ചൊല്ലി നിരന്തരമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലം എന്നതുപോലെ ഇപ്പോൾ മോന് താൽക്കാലികമായിട്ട് പ്രൊബേഷൻ പീരീഡിലാണ്. ആ കമ്പനിയിൽ തന്നെ ജോലി ലഭിക്കുകയും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ആ ജോലി ചെയ്ത് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലേറെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നയാളാണ്. 1996 എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. ഈ ഗവൺമെൻറ് സർവീസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഏത് സർവീസാണെങ്കിലും അത് സർവീസ് റെഗുലറൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ജോലിയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, സ്ഥിരപ്പെടണമെങ്കിൽ അത് ആവശ്യമാണ്. യഥാസമയത്ത് തന്നെ എൻ്റെ ഡയറക്ടർ സർവീസ് റെഗുലറൈസ് ചെയ്യുകയും ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാലുണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, പിന്നീട് എൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് 27 വർഷത്തിന് ശേഷം സർവീസ് ബുക്ക് പരിശോധിച്ചപ്പോൾ റെഗുലറൈസ് ചെയ്തതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഉത്തരവ് സർവീസ് ബുക്കിൻ്റെ പുറകിൽ ഒട്ടിച്ചിട്ടുമില്ല.
സർവീസ് വീണ്ടും 27 വർഷത്തിന് ശേഷം റെഗുലറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഈ പ്രതിസന്ധിയിൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കുടുംബമായിട്ട് ജീവിത പങ്കാളിയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവക ദേവാലയത്തിൽ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് സെൻറ്റ് മേരീസ് ചർച്ച് മണലിങ്കൽ. പ്രധാനപ്പെട്ട ദേവാലയത്തിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം പോകുന്ന സമയത്ത് ഞാൻ കുരിശുപള്ളിക്ക് സമീപം വരുന്നവർക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് മേശയിൽ ഗ്ലാസ് വെച്ച് അതിൽ ഞങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ആ കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ദൈവമാതാവേ, ഈ പ്രതിസന്ധിയിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടായേ പറ്റുകയുള്ളൂ. കാരണം അമ്മയുടെ സഹായമില്ലെങ്കിൽ ഈ പ്രതിസന്ധി എനിക്ക് തരണം ചെയ്യാൻ പറ്റില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് കുരിശുപള്ളിയിൽ നിന്ന് 100 മീറ്റർ അകലെ അതിൻ്റെ ചെണ്ടമേളങ്ങളെല്ലാം കേൾക്കാം. ഈ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ പറഞ്ഞ ഇതാണ്: സിബിയുടെ പേര് റെഗുലറൈസ് ചെയ്ത ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. ഏതാണ്ട് 10-70 പേരോളം ഉള്ള ഒരു ഗവൺമെൻറ് ഉത്തരവായിരുന്നു. സാധാരണഗതിയിൽ 27 വർഷത്തിന് മുൻപ് നടന്ന അല്ലെങ്കിൽ മുമ്പുള്ള ഗവൺമെൻറ് ഉത്തരവ് അത് കിട്ടുക എന്ന് പറയുന്നത് അപ്രായോഗികമായൊരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ അത്ഭുതകരമായ കാര്യം, അതായത് 27 വർഷത്തിന് മുൻപ് ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവ് മറ്റൊരു വ്യക്തിയിലൂടെ, ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സീനിയർ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയിലൂടെ എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. അപ്പോൾ ആ വ്യക്തിയിലൂടെ കിട്ടുവാനായിട്ട് ഇടയായി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിലുള്ള വള്ളോത്യാമല സെൻറ്റ് മേരീസ് ആശ്രമം ഓൾഡ് ഏജ് ഹോമിലാണ്. ഈ ഭവനം സെൻറ്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവിടുത്തെ ഈ ഭവനത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് അഗതികളുടെ ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, പോലീസുകാർ കൊണ്ടുതരുന്നവർ, അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരുടെ ഒരു സംരക്ഷണ കേന്ദ്രമാണ് ഇത്. ഞങ്ങൾ 1993 മുതൽ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കിലച്ചൻ്റെ കൂടെ ആകാശപ്പറവുകളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കുചേരുമായിരുന്നു. അങ്ങനെ ചേരികൾ, കോളനികൾ, ഗവൺമെൻറ് ആശുപത്രികൾ ഒക്കെ ഞങ്ങൾ സന്ദർശിക്കുകയും ഇപ്രകാരമുള്ളവർക്ക് കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്ന അഗതികളായ രോഗികൾ, അല്ലെങ്കിൽ കൂടെ ഇരിക്കുവാനായിട്ട് ശുശ്രൂഷിക്കുവാൻ ആരുമില്ലാത്ത രോഗികൾ, അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പാപ്പച്ചൻ എന്ന് പറയുന്ന അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു സഹോദരൻ അവിടെ ചികിത്സയ്ക്കായി എത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കുവാനായിട്ട് സാധ്യതയില്ല, അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഏകദേശം തീർന്നു, ഇനി വീട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വീട്ടുകാർക്ക് ഇദ്ദേഹത്തെ വേണ്ട. ഞങ്ങൾ ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ഞങ്ങളാക്കുക പതിവായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ അധികാരികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിറയെ ആളായതുകൊണ്ട് ഒരു തരത്തിലും അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ട് പറ്റുകയില്ല എന്ന് ഇപ്രകാരമുള്ള ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചനുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടിടയായി. കുറ്റിക്കിലച്ചനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഈ സഹോദരനെ ഇട്ടിട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. സഹോദരനെ കൊണ്ടുപോയാൽ എവിടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയും ഞങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ ജവമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കുറ്റിക്കലച്ചനെ വിളിച്ചു. കുറ്റിക്കലച്ചനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: മക്കളെ, നിങ്ങൾ തന്നെ ആ വ്യക്തിയെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി പോലെ ഞങ്ങളുടെ മുൻപിൽ ഒരു മലയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഞങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകളൊന്നും ഉള്ളവരല്ല, ഞങ്ങൾ സാധാരണക്കാരാണ്. പക്ഷേ ഞങ്ങൾ ജവമാലയിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അന്ന് എൻ്റെ വികാരിയച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തിരുവത്തച്ഛനെ ഞാൻ പോയി കണ്ടു. അതിനുശേഷം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ എന്നെ ദീപികാരുണ്യത്തിൻ്റെ സന്നിധിയിൽ നിർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം വികാരിച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറ്റിക്കലച്ചനിലൂടെ ദൈവമാണ് സംസാരിച്ചത്. നിങ്ങൾ വീണ്ടും മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, അമ്മ ഒരു വഴി തെളിച്ചു തരും. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ അപ്പച്ചനെ വിട്ടിട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. എന്താണെങ്കിലും ഞങ്ങൾ ഈ അപ്പച്ചനെ കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 1998 ഡിസംബർ മാസം 25-ാം തീയതി കാഞ്ഞിരമറ്റം മുതിരക്കുളത്തുള്ള കുട്ടിയച്ചൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ഭവനത്തിലേക്ക്, അതിലെ ഒരു മുറിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളിൽ, അതായത് ഹോമിയോ ഗവൺമെൻറ് ആശുപത്രിയിലും ആയുർവേദ ആശുപത്രിയിലും ഞങ്ങളെ ഇപ്രകാരം ശുശ്രൂഷിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ ഞങ്ങൾ കൊണ്ടുവന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും പോരണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കൂട്ടായ്മയിൽ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആനിക്കാട് ഇടവകയിലുള്ള ചാമലപ്പുരയിടത്തിൽ ദേവസ്യ ചേട്ടൻ ലീലാമ്മ ദമ്പതികൾ അവരുടെ ഭവനം നമുക്ക് വാടകയില്ലാതെ ഫ്രീ ആയിട്ട് അവർ തുറന്നു തരുവാനായിട്ടിടയായി. അപ്രകാരം ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ സംരക്ഷിക്കുന്ന 8 രോഗികളെയും കൂടി കൊണ്ടുവന്നു. അങ്ങനെ ആനിക്കാട് വള്ളോത്യാമലയിൽ ഈ ശുശ്രൂഷ ആരംഭിച്ചു. ആനിക്കാട് വള്ളോത്യാമല നിവാസികളുടെ സഹായത്തോടെ വീണ്ടും ഈ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ മുന്നോട്ട് പോയി. ഞങ്ങളെ വീണ്ടും ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം നമുക്ക് സ്ഥിരമായ ഒരു ആസ്ഥാനം ആവശ്യമാണ്. അങ്ങനെ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ നാഥൻ ചാമലപ്പുരയിടത്തിലെ ദേവസ്യ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് 20 സെൻറ്റ് സ്ഥലം ഞാൻ തരാം, അതിൽ 10 സെൻറ്റിന് നിങ്ങൾ വില തന്നാൽ മതി. പ്രിയമുള്ളവരെ, എങ്ങനെ വില കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങൾ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മ അതിനുള്ള വഴി കാണിച്ചു തന്നു. 1999 മെയ് മാസത്തിൽ ഇപ്പോഴേ ഞാനിരിക്കുന്ന ഈ സ്ഥലം, 20 സെൻറ്റ് സ്ഥലം, സെൻറ്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ വാങ്ങുവാനും അവിടെ ഏതാണ്ട് 60 അടിയോളം നീളത്തിൽ ഒരു ഓല ഷെഡ് കെട്ടുവാനും ഇടയായി. 1999 സെപ്റ്റംബർ മാസം 8-ാം തീയതി ബഹുമാനപ്പെട്ട ആനിക്കാട്ടെ വികാരിയച്ഛൻ ഈ ഭവനം വെഞ്ചരിച്ചു തരികയും ചാമലപ്പുരയിടത്തിൽ നിന്ന് മക്കളെ ഈ ഭവനത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ്, അല്ലെങ്കിൽ ജവമാലയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് ഓരോ ദിവസവും ഈ ഭവനത്തിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരിക്കൽ ഇവിടെ സഹോദരൻ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമായിട്ട് 42 പേര് ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും അരിക്കും മറ്റ് സാധനങ്ങൾക്കുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അന്ന് രാവിലത്തെ കാപ്പിക്ക് ഒരാൾ ബ്രെഡ് മേടിച്ചു തന്നു. അതുകൊണ്ട് രാവിലത്തെ കാര്യം നടന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കാര്യമാണ്, അരി നമുക്കില്ലായിരുന്ന സമയം. അപ്പം ഞാൻ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും കൂട്ടി പ്രാർത്ഥനാ മുറിയിൽ വന്നിരുന്ന് ജവമാല ചെല്ലാനായിട്ട് തുടങ്ങി. ജവമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നത് ഇതാണ്: ആദ്യം അരിയല്ലല്ലോ അടുപ്പയിലിടുന്നത്, വെള്ളമല്ലേ അടുപ്പയിൽ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ഥാപനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്ന മേരിക്കുട്ടി താഴ്ത്തു കൊട്ടാരത്തിൽ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി, നമുക്ക് വെള്ളം അടുപ്പേ വെച്ചാലോ? എന്താണെങ്കിലും ചേച്ചി ഓർത്തു ആരെങ്കിലും എന്നോട് വിളിച്ച് പറഞ്ഞ് അരിയും കൊണ്ട് ഇപ്പം വരും. എന്തായാലും പ്രത്യാശയോടെ ചേച്ചി വെള്ളം അടുപ്പേ വെച്ചു. വെള്ളം തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വാഹനം, ഒരു ജീപ്പ് ആശ്രമത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ,
എനിക്ക് 10 കിലോ അരിയുടെ ഒരു ചാക്ക് കിട്ടണം, ചാക്ക് അരി മതി, കാരണം അന്നത്തേന് അത് മതി. അപ്പം ഞാൻ സത്യത്തിൽ ജപമാല ചെല്ലുന്നതിനിടയിൽ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോകാറുള്ള ആളല്ല. പക്ഷേ അന്ന് ഇറങ്ങിപ്പോകാൻ എൻ്റെ മനസ്സ് തോന്നി. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഈ 10 കിലോ അരിയാണ് അവരെടുത്ത് വെച്ച് തന്നത്. പക്ഷേ അവർ 2 ചാക്ക് അരിയും ഒരാഴ്ചത്തേനുള്ള ചേനയും ചേമ്പും മറ്റ് സാധന സാമഗ്രികളുമായിട്ടാണ് അവർ വന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ പിറവത്തിനടുത്ത് നിന്നാണ് അവർ വന്നത്. അവർ ഈ സ്ഥാപനത്തിലേക്ക് വരാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയവരല്ല. അവർ അവിടെ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകാനായിട്ടാണ് അവരിറങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ബ്രദർ നമ്മുടെ ഇടവപ്പള്ളിയിലൊക്കെ വന്നിട്ടുള്ള ആളാണല്ലോ, ബ്രദറിന് ഇന്ന പോലെ ഒരു സ്ഥാപനം അവിടെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്കെന്നാൽ അവിടേക്ക് പോയാലോ എന്ന് ആ സഹോദരനാണെന്ന് അറിയത്തില്ല, അദ്ദേഹം ആലോചന പറഞ്ഞു. അവരൊരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവർ മാതാവിൻ്റെ ഒരു ചിത്രം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരികയും സെൻറ്റ് മേരീസ് എന്ന അവർക്ക് ഒരു ചിന്ത അവർക്ക് കിട്ടുകയും ചെയ്തു. അവരെന്താണെങ്കിലും ചോദിച്ചു പിടിച്ച് ഈ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നപ്പോൾ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ അവർക്ക് കാണാനായിട്ടിടയായി. സെൻറ്റ് മേരീസ് ആശ്രമം എന്നാണ് പേര്. അപ്പോൾ ജപമാല ചൊല്ലി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടായി. അങ്ങനെ അത്ഭുതകരമായിട്ട് അന്ന് ഭക്ഷണം ഇവിടെ എത്തി. അത് തീർച്ചയായും അത് അന്ന് മാത്രമല്ല, മറ്റടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും ഇവിടെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ഇല്ലാതിരുന്നൊരു സാഹചര്യം. അന്ന് പാവയ്ക്ക കറി വയ്ക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാവയ്ക്കായ്ക്ക് ഉള്ളി ഇല്ലെങ്കിൽ നമുക്കറിയാം അതിന് കയ്പ്പ് കൂടും. അപ്പോൾ ഉള്ളി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ ഇവിടെ മേവിടെ അടുത്ത പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് വിറകൊക്കെ വെട്ടി സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും സഹായിച്ചുകൊണ്ടിരുന്നൊരു സഹോദരനാണ്. അപ്പോൾ ആ സഹോദരന് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഉപകരണം പള്ളിക്കത്തോട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം സാധാരണ വരുമ്പോൾ എന്തെങ്കിലും അരിയോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടാണ് വരിക. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലെ പൈസ വളരെ കുറവായിരുന്നു. അദ്ദേഹം ഇവിടെ ഇങ്ങോട്ട് നടന്നു പോകുന്നു. ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറം ഒരു കടയുണ്ട്. ആ കട കഴിഞ്ഞ് ആ സഹോദരൻ മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രേരണയുണ്ടാകുന്നു, നമുക്ക് ഇച്ചിരി ഉള്ളി മേടിച്ചോണ്ടില്ല. അപ്പോൾ അദ്ദേഹം പോക്കറ്റ് നോക്കിയപ്പോൾ വണ്ടിക്കൂലി കഴിഞ്ഞിട്ട് 10 രൂപയേ ഉള്ളൂ, ഉള്ളിക്ക് 12 രൂപ. അപ്പോഴവിടെ കടയിൽ ചെന്ന് ഉള്ളി ചോദിച്ചു, ഉള്ളി കൊടുത്തു. അപ്പം 2 രൂപയുടെ കുറവുണ്ട്. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ആശ്രമത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് ഉള്ളി കൊടുത്തു വിട്ടു. ഇവിടെ പാവയ്ക്ക അരിഞ്ഞുകൊണ്ട് ഉള്ളിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ മേരിക്കുട്ടി ചേച്ചിയുടെ കയ്യിലേക്ക് ആ ഉള്ളി കൊടുത്തു, ആ സഹോദരൻ എടുത്തു കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ നമ്മളൊരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മളെന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേങ്കിൽ പച്ചക്കറിയോ അല്ലെങ്കിൽ അരിയോ അല്ലെങ്കിൽ ബേക്കറി പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമാണ് സാധാരണഗതിയിൽ വാങ്ങുക. ഒരിക്കലും ഉള്ളി മാത്രമായി വാങ്ങിക്കൊണ്ട് ആരും സാധാരണഗതിയിൽ സന്ദർശിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ സംഭവത്തിൽ പോലും പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടായി. അങ്ങനെ ഓരോ ദിവസവും ഈ ഭവനം മുന്നോട്ട് പോകുന്നത് അമ്മയിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹത്തിലൂടെയാണ്.